Good afternoon. So, we have last class in the challenges case and market. Rest of the balanced outlook on law. That is, Niyamangal, laws control, engineering practice, ethical ways, moral okay, moral principle follow the engineering practice കൊണ്ടുവരാം. നമ്മൾ നോർമലി ചെയ്യാത്തത് കൊണ്ട് നിയമങ്ങൾ കൊണ്ട് അത് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. The balanced outlook on law in engineering practice stresses the necessity of laws and regulations and also their limitations in directing and controlling the engineering practice. നമ്മൾ law എന്ന് പറയുന്നത് മൊത്തത്തിൽ അതൊരു കൺട്രീനെ ബേസ് ചെയ്താവാം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിനെ ബേസ് ചെയ്താം. അപ്പൊ അങ്ങനെ ആയിരിക്കും ലോസ് കൊണ്ടുവരുന്നത്. അവിടെയുള്ള എല്ലാ എഞ്ചിനീയറിംഗ് പ്രാക്ടീസിനെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, അതിന് ലിമിറ്റേഷൻ ഉണ്ട്. എന്നാലും ഒരു പരിധി വരെ നമുക്ക് എന്താണ് എത്തിക്കലി ഓക്കെ ആയിട്ട് നമുക്ക് ഒരു ബ്രോഡ് കാറ്റഗറിയിൽ നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ലോസ് ആർ നെസസറി ബിക്കോസ് പീപ്പിൾ ആർ നോട്ട് ഫുള്ളി റെസ്പോൺസിബിൾ ബൈ ദംസെൽസ്. അപ്പം ഓരോരുത്തരും അവരുടെ ആവശ്യങ്ങളായിരിക്കും പ്രയോറിറ്റി കൊടുക്കുന്നത്. സോ പബ്ലിക്കിനെ കൂടി കൺസിഡർ ചെയ്ത് വേണം ചെയ്യേണ്ടത്. അപ്പൊ അതിന് ലോസ് കൊണ്ട് സ്ട്രിക്റ്റ് ആയിട്ട് നമ്മളത് ഫോളോ ചെയ്യിപ്പിക്കുന്നു. Laws are necessity because people are not fully responsible by themselves and because of the competitive nature of the free enterprise. ഒരു ഓർഗനൈസേഷൻ ആണ്, അതായത് കമ്പനി ആണെങ്കിലും അവർ അവരുടെ പ്രോഫിറ്റിനായിരിക്കും നോക്കുന്നത്. ഇപ്പൊ പബ്ലിക്കിന്റെ താല്പര്യങ്ങൾക്ക് ആർക്കും മുൻഗണന കൊടുക്കാറില്ല. എല്ലായ്പ്പോഴും ഒരു പേഴ്സൺ ആയാലും ഇൻഡിവിജ്വൽ ആണെങ്കിലും ഒരു കമ്പനി ആണെങ്കിലും അത് ഓർഗനൈസേഷൻ ആണെങ്കിലും എപ്പോഴും അവരുടെ ഇൻട്രസ്റ്റ് ആയിരിക്കും അവർക്ക് പ്രയോറിറ്റി കൊടുക്കുന്നത്. സോ പബ്ലിക്കിന്റെ സൈഡിൽ നിന്ന് കൊടുക്കാറില്ല. സോ അതുകൂടി നമ്മൾ കൺസിഡർ ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്ത് കൊണ്ടുവന്നത്, ലോസ് കൊണ്ടുവരുന്നത്. വിച്ച് ഡസ് not fully responsible by themselves and because of the competitive nature of the free enterprise, which does not encourage moral initiatives. Laws are needed to provide a minimum level of compliance. Another example, ഒരു റൂൾ 1758 കൊണ്ടുവന്ന ഒരു റൂളാണ് പറയുന്നത്. ഹമ്മറാബി ദി കിങ് ഓഫ് ബാബിലോൺ in 1750 framed the following code for the builders. അപ്പൊ അത് പറയുന്നതെന്ന് വെച്ചാൽ അത് കുറച്ച് പ്രാകൃതമായിട്ടുള്ള ഒരു നിയമമാണ്. നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ഒരു നിയമം നിലവിലില്ല. So if a builder has built a house for a man and has not made his work sound and the house which he has built has fallen down and caused the death of the householder. So ഒരു ബിൽഡർ ഹൗസ് ബിൽഡ് ചെയ്തു, അത് നല്ല രീതിയിലായിരുന്നില്ല. സോ ആ ബിൽഡിങ് കൊളാപ്സ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ കൊളാപ്സ് ചെയ്ത അവിടുത്തെ ഹൗസ് ഹോൾഡർ ഡെത്ത് സംഭവിച്ചു. അങ്ങനെയാണെങ്കിൽ ആ ബിൽഡർ എന്ത് ചെയ്യണം, ബിൽഡർ ഷാൾ ബി പുട്ട് ടു ഡെത്ത്. ബിൽഡറിനെ എന്ത് ചെയ്യണം, കൊല്ലണം. ഷാൾ ബി പുട്ട് ടു ഡെത്ത്. ഇഫ് ഇറ്റ് കോസസ് ദി ഡെത്ത് ഓഫ് ദി ഹൗസ് ഹോൾഡേഴ്സ് സൺ, സണ്ണിനാണെങ്കിൽ ദേ ഷാൾ പുട്ട് ദാറ്റ് ബിൽഡേഴ്സ് സൺ ടു ഡെത്ത്. അപ്പൊ ഈ രീതിയിലുള്ള ഒരു വളരെ പ്രാകൃതമായ നിയമമാണ്. എന്നാലും അത് നല്ല രീതിയിൽ ആ ബിൽഡിംഗ് നല്ല രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടി അന്ന് കൊണ്ടുവന്ന നിയമങ്ങളാണ്. അപ്പൊ ഇന്ത്യയിൽ ഇതുപോലെ നിയമങ്ങളൊന്നും നിലവിലില്ല. If it causes the death of the householder's slave, he shall give slave for slave to the householder. If it destroyed property, he shall replace anything it has destroyed. And because he has not made the house sound which he has built and it has fallen down, he shall rebuild the house which has fallen down from his own property. If a builder has built a house for a man and does not make his work perfect and the wall bulges, that builder shall put that wall in a sound condition at his own cost. അല്ലെങ്കിൽ ഹൗസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ബിൽഡർ തന്നെ സ്വന്തം ചിലവ് ചെയ്യണം. ബാക്കി പ്രശ്നങ്ങൾ, അതായത് മരണം പോലെ സംഭവിച്ചാൽ വളരെ
കടുത്ത ശിക്ഷയാണ് ആ കാലത്ത് നൽകിയിരുന്നത്. അപ്പൊ നമുക്കിപ്പോ അങ്ങനെയില്ല. നമുക്കിപ്പം ലോസ് കൊണ്ട് മൊത്തത്തിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ ഉള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവിടെ ഇത് കണക്കുള്ള പ്രാകൃതമായ നിയമങ്ങൾ എന്തായാലും കൊണ്ടുവരാൻ പറ്റത്തില്ല. The rule which govern engineering practice should be constructed as of responsible experimentation rather than rules of a game. അപ്പൊ നിയമങ്ങൾ കൊണ്ട് വളരെ സ്ട്രിക്റ്റ് ആക്കുന്നതിന് പകരം എന്ത് ചെയ്യാനേ പറ്റത്തുള്ളൂ? റെസ്പോൺസിബിൾ എക്സ്പെരിമെന്റേഷൻ. എഞ്ചിനീയറിംഗ് പ്രാക്ടീസ് ഷുഡ് ബി കൺസ്ട്രക്ട് ആസ് ഓഫ് റെസ്പോൺസിബിൾ എക്സ്പെരിമെന്റേഷൻ. അപ്പൊ നിയമങ്ങൾ ഉള്ളത് കൊണ്ട് ഒരു പരിധിവരെ എന്ത് ചെയ്യും? നമ്മൾ ആ കാര്യങ്ങൾ റെസ്പോൺസിബിൾ ഉത്തരവാദിത്തത്തോടു കൂടി മാത്രമേ ചെയ്യാൻ ശ്രമിക്കത്തുള്ളൂ. അതായത് നിയമങ്ങളൊന്നും ഇല്ല എങ്കിൽ എന്ത് ചെയ്തു? പലരും ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ അവരുടെ ഇൻട്രസ്റ്റിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് മാത്രം മുന്നോട്ട് പോകും. സോ ഇതുകൊണ്ടുള്ള മോറൽ ഇനിഷ്യേറ്റീവ്സ് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? റൂൾസിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. അപ്പൊ അത് നമുക്ക് റൂൾസിന്റെ സ്ട്രിക്റ്റ് ആക്കിക്കൊണ്ട് ശിക്ഷ കൊടുക്കുന്നതിന് മാത്രമല്ല, ഇത് കണക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള എക്സ്പെരിമെന്റേഷന് വേണ്ടി ആണ് ഇതിനകത്തെ റൂൾസ് സെറ്റ് ചെയ്യുന്നത്. This makes the engineer responsible for the safe conduct of the experiment. Second point, precise rules and sanctions are suitable in case of ethical misconduct that involves the violation of established engineering procedures. Normally ഉള്ള engineering proceduresനെ violate ചെയ്താൽ എന്തെങ്കിലും രീതിയിലുള്ള നിയമപരമായ നടപടികളിലേക്ക് പോകാനുള്ള സാങ്ഷൻ കൊടുക്കും. അങ്ങനത്തെ റൂൾസ് ആണ് പ്രിസൈസ് റൂൾസ്. ആൻഡ് സാങ്ഷൻസ് ആർ സ്യൂട്ടബിൾ ഇൻ കേസ് ഓഫ് എത്തിക്കൽ മിസ്കണ്ടക്ട് ദാറ്റ് ഇൻവോൾവ്സ് ദി വയലേഷൻ ഓഫ് എസ്റ്റാബ്ലിഷ്ഡ് എഞ്ചിനീയറിംഗ് പ്രൊസീജിയേഴ്സ് വിച്ച് ആർ എയിംഡ് അറ്റ് ദി സേഫ്റ്റി ആൻഡ് ദി വെൽഫെയർ ഓഫ് ദി പബ്ലിക്. അങ്ങനെ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി, അവിടെ ഒരു പ്രിസൈസ് റൂൾ ഉണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കില്ലായിരുന്നു? അങ്ങനെ ഒരു ട്രാജഡി അവിടെ സംഭവിക്കത്തില്ലായിരുന്നു. The third point, in situation where the experimentation is large and time consuming, നമുക്ക് അനാലിസിസ് ചെയ്യുന്നതിന് ടൈം കൺസ്യൂമർ ആണെങ്കിൽ the rules must not try to cover all possible outcomes and they should not compel the engineers to follow a rigid course of action. Fourth one is the regulation should be broad but make engineer accountable for their decisions. ഇപ്പം പ്രിസൈസ് ഇന്ന കാര്യങ്ങൾ കൃത്യമായിട്ട്, ഇപ്പൊ നമ്മളൊരു കൺസ്ട്രക്ഷൻ ആണെങ്കിൽ അവിടുത്തെ തൂൺ ഇങ്ങനെ പണിയണം, ഇന്നത് പണിയണം, അല്ലെങ്കിൽ അതിന്റെ റൂഫ് ഈ രീതിയിൽ ചെയ്യണം. അപ്പം അങ്ങനെ പ്രിസൈസ് ആയിട്ട് അങ്ങനെ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷന് പകരം ഒരു ബ്രോഡായിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണ് വേണ്ടത്. അതായത് ആ ബിൽഡിംഗ് ഫുള്ളി സ്ട്രോങ് ആയിരിക്കണം. അപ്പൊ അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ആ എഞ്ചിനീയറിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യും. നമ്മൾ ഇന്നത് ചെയ്യണമെന്ന് ആ ഒരു അവർക്കൊരു ഓട്ടോണോമി വർക്കിംഗ് ഫ്രീഡം കൊടുക്കുകയും വേണം. ഫിഫ്ത്ത് പോയിന്റ്, ത്രൂ ദെയർ പ്രൊഫഷണൽ സൊസൈറ്റീസ്. പ്രൊഫഷണൽ സൊസൈറ്റീസ് ഉണ്ട്, IEEE, IST, അതുപോലെ പ്രൊഫഷണൽ സൊസൈറ്റീസ് ഉണ്ട്. അപ്പൊ അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ റൂൾസിന് അമെൻഡ് ചെയ്യാനും സാധിക്കണം. ത്രൂ ദെയർ പ്രൊഫഷണൽ സൊസൈറ്റീസ് എഞ്ചിനീയേഴ്സ് ക്യാൻ ഫെസിലിറ്റേറ്റ് ഫ്രെയിമിംഗ് ദി റൂൾസ്, amend wherever necessary and enforce them. അപ്പം ഇതാണ് നിയമങ്ങളുടെ ഒരു പ്രാധാന്യം. എന്നോട് പറയാം. ഫസ്റ്റ് പോയിന്റ്, the rules which govern engineering practice should be constructed as of responsible experimentation rather than rules of a game. This makes the engineer responsible for the safe conduct of the experiment. Precise rules and sanctions are suitable in case of ethical misconduct that involves the violation of established engineering procedures, which are aimed at the safety and the welfare of the public. In situations where the experimentation is large and time-consuming, the rules must not try to cover all possible outcomes, and they should not compel the engineers to follow rigid course of action. Fourth point, the regulation should be broad but make engineers accountable for their decision. Fifth point, through their professional societies, the engineers can facilitate framing the rules, amend wherever necessary and enforce them. അത് ഈ സ്റ്റഡി നമ്മൾ ലാസ്റ്റ് ക്ലാസ് കണ്ടതാണ്, ചലഞ്ചേഴ്സ് കേസ് സ്റ്റഡി.
അതിന്റെ moral normative issues നോക്കിയാണ് ഒന്നുകൂടെ പറയാം. The crew had no escape mechanism. The crew were not informed of the problems existing in the fuel joints. The principle of informed consent was not followed. At that point, the engineer gave warning signals on safety, but the management group prevailed over and ignored the warning. Conceptual issues are NASA counted that the probability of failure was the failure of the craft was on in 1 lakh launches, but it was expected that only the 1 lakh launch will fail. And second one, there were 700 critically on items which included the fuel joints. A failure in any one of them would have caused the tragedy. No backup or standby had been provided for these critically components. Descriptive issues, fuel joints gave way in earlier flights, but the authorities felt the risk is not high. Second one, NASA has disregarded warning about the bad weather at the time of launch because they wanted to complete the project, prove their supremacy, get the funding from government, continue, and get an upload from the President of USA. Third point, the inability of the Rockwell engine or the manufacturer to prove that the liftoff was unsafe. This was interpreted by the NASA as an approval by Rockwell to launch. ഇത് എന്താ ചലഞ്ചേഴ്സ് അത് ബേൺ ചെയ്യുന്ന ഒരു ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. അത് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. അപ്പൊ ഇത് നിങ്ങൾ അസൈൻമെന്റ് എഴുതിയ ടോപ്പിക്കാണ്. ജസ്റ്റ് ഒന്ന് പറയാം. ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയില് അവിടെ ഇതിന്റെ റീസൺ ഉണ്ടായ കെമിക്കലിന്റെ പേര് എന്താണ്? ഗ്യാസ് മീഥൈൽ ഐസോസൈനേറ്റ് ആണ്. നിങ്ങൾ എക്സാം എഴുതുമ്പോൾ അത് സ്പെസിഫൈ ചെയ്ത് എഴുതണം. ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിക്ക് മെയിൻ ആയിട്ട് അവിടെ കാരണം ഉണ്ടാക്കിയത് മീഥൈൽ ഐസോസൈനേറ്റ് എന്ന ഗ്യാസ്. അത് സ്റ്റോറേജ് ടാങ്കിൽ നിന്ന് ലീക്ക് ആയതാണ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിക്കുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ. അതിന് കമ്പനി യൂണിയൻ കാർബൈഡ് കോർപ്പറേഷൻ ആണ്. ഇത് രണ്ടും ഓർത്തിരിക്കണം. The Union Carbide Corporation team and also the CBI team conducted a separate investigation on the cause of the incident and came to the same conclusion. One reason ആയിട്ടുള്ളതെന്ന് വെച്ചാൽ a large volume of water had been released into the MIC tank. Large volume of water had been released into the MIC. അതായത് മീഥോ ഐസോസൈനേറ്റ് ടാങ്കിലോട്ട് ഒരു ലാർജ് വോളിയം ഓഫ് വാട്ടർ വരികയും അതെന്ത് ചെയ്യും? ദിസ് ഫർദർ കോസ്ഡ് എ കെമിക്കൽ റിയാക്ഷൻ. അത് ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ കാരണം എന്ത് ചെയ്തു? ഗ്യാസ് അവിടെ നിന്ന് എക്സിറ്റ് ആയി. ദാറ്റ് ഫോഴ്സ് ദി പ്രഷർ റിലീസ് വാൽവ് ടു ഓപ്പൺ. അത് കാരണം പ്രഷർ റിലീസ് വാൽവ് ഓപ്പൺ ആവുകയും ഈ ഗ്യാസ് ലീക്ക് ആവുകയും ചെയ്യും. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് ഇവിടെ ഉണ്ടായ റീസൺ. നമ്മളിവിടെ ഇത് ഉണ്ടാകുന്ന റീസൺ ഇത് പറയുകയാണെങ്കിൽ ഇതിന്റെ അകത്തുള്ള ഫാക്ച്വൽ ഇഷ്യൂസും കൺസെപ്റ്റൽ ഇഷ്യൂസും അതിനെക്കുറിച്ച് നോക്കണം. എന്താണ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി എന്ന് ജസ്റ്റ് ഞാൻ ഒന്ന് വായിക്കാം. ഇൻ ദി ഏർലി മോർണിംഗ് അവേഴ്സ് ഓഫ് December 3, 1984. അപ്പൊ ഇത് ഒക്കർ ചെയ്ത ഇയർ 1984 ആണ്. എ പോയിസണസ് ഗ്രേ ക്ലൗഡ് ഫ്രം യൂണിയൻ കാർബൈഡ് ഇന്ത്യ ലിമിറ്റഡ്, UCIL, Union Carbide India Limited, pesticide plant at Bhopal spread throughout the city. Water carrying catalytic material had entered methyl isocyanate storage tank number 610. The killer gas spread through the city, sending residents scurrying through the dark streets. No alarm ever sounded a warning and no evacuation plan was prepared. ഇവിടെ മെയിനായിട്ട് സംഭവിച്ചത് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായാൽ അവിടെയുള്ള ആൾക്കാര് ഇവാക്യുവേറ്റ് ചെയ്യുന്ന ഒരു പ്ലാൻ എന്ത് ചെയ്തിട്ടില്ല, അവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ല. ഏകദേശം 12,000 ആൾക്കാർ ഒരു താമസിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ അത്രയും താമസിക്കുന്ന ഒരു ഏരിയയിൽ ഇത്രയും
പ്രശ്നമുള്ള ഒരു ഗ്യാസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതിന് ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ ഒരു പ്ലാനിങ്ങും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ അതാണ് അവിടെ നമ്പർ 1 ആയിട്ടുള്ള റീസൺ. ഇത്രയും പേര് മരണപ്പെടാനുള്ള നമ്പർ 1 ആയിട്ടുള്ള റീസൺ അതാണ്. അതുപോലെ തന്നെയാണ് when victims arrived at hospitals breathless and blind, doctors did not know how to treat them. As UCL had not provided emergency information. അതായത് എമർജൻസി ഇൻഫർമേഷൻ കൊടുക്കാത്തത് കൊണ്ട് ഡോക്ടേഴ്സിന് ഒരു ഐഡിയ ഇല്ലായിരുന്നു ഇത് എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന്. It was only when the sun rose the next morning that magnitude of the devastation was clear. Dead bodies of humans and animals blocked the streets. Leaves turned black, and the smell of burning chili peppers lingered in the air. The catastrophe raised some serious ethical issues. The pesticide factory was built in the midst of densely populated settlements. UCIL ആണ് Union Carbide India Limited, chose to store and produce MIC. That is, MIC is one of the most deadly chemicals. So MIC one of the in the area where nearly 12,000 people lived. The MIC plant was not designed to handle a runaway reaction. When the uncontrolled reaction started, MIC was following through the scrubber at more than 200 times its designed capacity. MIC in the tank was filled to 87% of its capacity. Normally, all capacity 50% allowed capacity 50%. But the 87% capacity is storage. MIC was not stored at 0 degrees. Normally, methyl isocyanate store at 0 degree, but MIC was not stored at 0 degrees centigrade as prescribed, and the refrigeration and cooling system had been shut down 5 months before the disaster. എന്തൊക്കെ റീസൺ കൊണ്ട് അവിടുത്തെ കൂളിംഗ് സിസ്റ്റം റെഫ്രിജറേഷൻ സിസ്റ്റം എല്ലാം എന്ത് ചെയ്തിരുന്നു, ഓഫ് ആക്കിയിരുന്നു. ഇതിന് ഇത് 4 ഇയേഴ്സിന് മുമ്പ് അവിടെയുള്ള എക്കണോമിക്കൽ പ്രോബ്ലം കാരണം ഒരു 50% എംപ്ലോയീസിനെ ഒരു എന്താണ് പറഞ്ഞു വിട്ടായിരുന്നു, ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടായിരുന്നു. സോ ആ ഒരു ഇഷ്യൂസ് കാരണം അവിടുത്തെ പ്ലാന്റ്സ് ഓപ്പറേറ്റ് ചെയ്യുന്ന സഫീഷ്യന്റ് ആയിട്ടുള്ള എംപ്ലോയീസ് ഇല്ലായിരുന്നു. അതെല്ലാം സഫീഷ്യന്റ് എംപ്ലോയീസ് ഇല്ലാത്തതുകൊണ്ട് പ്രോപ്പർ മെയിൻ്റെനൻസ് നടന്നില്ല. പ്രോപ്പർ മെയിൻ്റെനൻസ് നടക്കാത്തത് കൊണ്ട് തന്നെയാണ് ഈ കൂളിംഗ് സിസ്റ്റം റെഫ്രിജറേഷൻ സിസ്റ്റം ഒന്നും മെയിൻ്റെനൻസ് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് ഈ 0 ഡിഗ്രി ടെമ്പറേച്ചറിൽ ഈ മീഥൈൽ ഐസോസൈനേറ്റ് ഗ്യാസ് സ്റ്റോർ ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ ഇത് നമുക്ക് ഒരുപാട് റീസൺസ് കൊണ്ടാണ് ഈ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ഒക്കർ ചെയ്തത്. ആസ് പാർട്ട് ഓഫ് UCC tried to cut costs, the workforce in the Bhopal factory brought down by half from 1980 to 94. This had serious consequences on safety and maintenance. In addition to causing the Bhopal disaster, UCC was also guilty of prolonging the misery and suffering of the survivors. By withholding medical information on the chemicals, it deprived victims of proper medical care. മാത്രമല്ല, ആക്സിഡന്റ് ഒക്കർ ചെയ്തതിന് ശേഷവും ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ, ഈ ഗ്യാസിനെ കുറിച്ചുള്ള കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പുറത്തു വിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കൽ കെയർ കിട്ടിയില്ല. അതിനൊക്കെ തന്നെ ആക്സിഡന്റ് സംഭവിച്ചവർക്ക് കറക്റ്റ് ആയിട്ടുള്ള എന്താണ് നഷ്ടപരിഹാരവും അവർ കൊടുത്തിട്ടില്ലായിരുന്നു. ഇതാണ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിനെ കുറിച്ച് പറയാനുള്ളത്. ബാക്കി നിങ്ങൾ അസൈൻമെന്റ് ജസ്റ്റ് നോക്കിക്കൊണ്ടാൽ മതി. ഇത് മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് ഓർത്തിരിക്കേണ്ടത് ഒക്കർ ചെയ്ത ഇയർ 1984 ആണ്. അതിനൊക്കെ തന്നെയാണ് അതിന്റെ കമ്പനിയുടെ പേര് UCIL. അതുപോലെ തന്നെ ഇതിന്റെ റീസൺ ആയിട്ടുള്ള ഗ്യാസ് ആണ് മീഥൈൽ ഐസോസൈനേറ്റ് ഗ്യാസ്. അപ്പൊ ഇത് ഒക്കർ ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ ലാർജ് വോളിയം ഓഫ് വാട്ടർ കം ടു ദി MIC ടാങ്ക്. MIC ടാങ്കിൽ ഒരു ലാർജ് വോളിയം ഓഫ് വാട്ടർ വരികയും അത് കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാക്കി പ്രഷർ
കാരണം അവിടത്തുള്ള സേഫ്റ്റി വാൽവ് ഓപ്പൺ ചെയ്ത് ആ ഗ്യാസ് ലീക്ക് ചെയ്യും. ഇത്തരം കാര്യങ്ങളാണ് ഇതിന്റെ അകത്ത് ഓർത്തിരിക്കുന്നത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ